ആശാപ്രവർത്തകരുടെ സമരം 18 ദിവസം പിന്നിടുന്നു. കഴിഞ്ഞ 18 ദിവസമായി സ്ത്രീകൾ തെരുവിലിരുന്ന് പ്രതിഷേധിച്ചിട്ടും അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാനോ അതിൽ ചർച്ച നടത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല. പോരാത്തതിന് സമരമിരിക്കുന്നവരെ അധിക്ഷേപിച്ചും പരിഹസിച്ചുമൊക്കെയുള്ള പ്രസ്താവനകളാണ് CPM നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടനയെന്നാണ് എളമരം കരീമിന്റെ പ്രതികരണം. ആവശ്യങ്ങൾ ന്യായമാണെന്ന് ചില CPM നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രതിഷേധം ഉയരേണ്ടത് എന്നൊക്കെയാണ് മന്ത്രിമാരടക്കമുള്ളവരുടെ വാദം. ഓരോ ദിവസം കഴിയുമ്പോഴും സമരത്തിന് പിന്തുണ ഏറുന്നുണ്ട്. അതോടെയാണ് ഇന്നിപ്പോൾ പ്രതിഷേധക്കാരെ തണുപ്പിക്കാനെന്നോണം ആശാപ്രവർത്തകരുടെ ഓണറേറിയം കുടിശ്ശിക മുഴുവൻ സർക്കാർ കൊടുത്തു തീർത്തിരിക്കുന്നത്. 3 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ജനുവരി മാസത്തെ കൂടി കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. പക്ഷേ അത് അവർ ചെയ്ത ജോലിയുടെ കൂലി മാത്രമാണെന്നാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. കുടിശ്ശിക നൽകണമെന്നത് അവരുടെ ആവശ്യങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ആശാപ്രവർത്തകരുള്ളത്. ഇപ്പോഴുണ്ടായിട്ടുള്ള സർക്കാർ നിലപാടിൽ എന്താണ് ആശാപ്രവർത്തകർക്ക് പറയാനുള്ളത്? ഇനി വരും ദിവസങ്ങളിൽ അവരുടെ സമരം അവർ അത് എത്രത്തോളം ശക്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ നോക്കാം. ആശാപ്രവർത്തകരോടൊപ്പം സ്വാതന്ത്ര്യ സാജു ചേരുന്നു. കഴിഞ്ഞ 18 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരം ഇന്നും തുടരുകയാണ്. ഇന്നിപ്പോൾ ഈ 18ാമത്തെ ദിവസം സർക്കാർ അവർക്ക് നൽകാനുള്ള 1 മാസത്തെ കുടിശ്ശിക തുകയുണ്ടായിരുന്ന ഓണറേറിയം, അത് ജനുവരി മാസത്തെ ഓണറേറിയം ആയിരുന്നു അവർക്ക് ഇനി ലഭിക്കാനുണ്ടായിരുന്നത്. ഈ ജനുവരി മാസത്തെ ഓണറേറിയം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതുവരെയും പെൻഡിംഗ് ഉണ്ടായിരുന്ന ഇൻസെന്റീവ് തുകയും, അത് ജനുവരി മാസത്തെ ഇൻസെന്റീവ് തുകയും ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന തുകയെല്ലാം നൽകി തീർത്തുവെങ്കിലും തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് ഇപ്പോൾ ഈ ആശമാർ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കുടിശ്ശികയായി മുടങ്ങിക്കിടന്നിരുന്ന തുക നൽകണമെന്നത് മാത്രമായിരുന്നില്ല ഇവരുടെ ഒരു ആവശ്യം. മറിച്ച് ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, നിലവിൽ ലഭിക്കുന്ന 7000 രൂപ എന്ന ഓണറേറിയം തുക വർദ്ധിപ്പിച്ച് 21,000 രൂപ ആക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് മാത്രവുമല്ല, ഈ പെൻഷൻ തുകയായി 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകണമെന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ചേച്ചി, ഇന്നിപ്പോൾ ഓണറേറിയം തുകയും ഇൻസെന്റീവ് തുകയും ഒക്കെ നൽകി തീർത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വീണ്ടും സമരം തുടരുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനൊരു കാര്യം, ഞങ്ങൾക്ക് ആരും അഡ്വാൻസ് തന്നല്ലോ, ഞങ്ങൾ ചെയ്ത് മാസം തോറും തരേണ്ട പൈസ അല്ലേ ഇപ്പോൾ തന്നത്. അത് വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കണം. ഞങ്ങൾക്ക് തരേണ്ട പൈസ തന്നത്, അത് ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു കാര്യമാണ്. ഞങ്ങൾ അത് മാറ്റം. ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണറേറിയം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. ഞങ്ങൾ 62 വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് പാരിതോഷികമായിട്ട് നൽകുക, പിന്നെ പെൻഷൻ തരിക. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. മറ്റേ അവർ തരേണ്ട പൈസ ഞങ്ങൾക്ക് തരേണ്ട കാശ്. വളരെ പാവപ്പെട്ടവരാണ്, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, പല രോഗം അനുഭവിക്കുന്നുണ്ട്, മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, വിധവകളായിട്ടുള്ള ആശമാരുണ്ട്. അപ്പോൾ അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ പൈസയാണ്. കാരണം നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇനി വേറൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ ഉറച്ചു പറയുന്നത്. പക്ഷേ അപ്പോഴും ഇന്ന് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 26,000-ലധികം വരുന്ന ആശാവർക്കർമാർ സംസ്ഥാനത്തിൽ ഉണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 2,000 പേർ മാത്രമാണ് ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ മേഖലയെ യാതൊരു തരത്തിലും ഇത് ബാധിക്കില്ല എന്നുള്ള ഒരു വാദമാണ് ഇന്ന് മന്ത്രി പറഞ്ഞിരുന്നത്. ചേച്ചി, ആരോഗ്യ മേഖലയെ നിങ്ങളുടെ സമരം ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മന്ത്രി പറയുന്ന കണക്കുകളിലൊന്നും ഒരു വാസ്തവമില്ല. ആരോഗ്യ മേഖലയെ ബാധിക്കില്ലെങ്കിൽ ഇവരിത്രയും ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. ആരോഗ്യ മേഖലയിൽ എന്തായാലും ആശാ വർക്കർമാരുടെ പ്രവർത്തനം വലിയ തോതിൽ സ്തംഭിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലെല്ലാം പണിമുടക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ആ കണക്കിൽ യാതൊരു വസ്തുതയുമില്ല. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും സമരം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് ആശാ പ്രവർത്തകർ ഒക്കെ തന്നെയും ഉള്ളത്. ഇപ്പോൾ ജില്ലാ തലത്തിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കും പോകുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഇവർ വ്യക്തമാക്കിയിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ആലപ്പുഴയും മലപ്പുറവും അടക്കമുള്ള ജില്ലകളിൽ ഇന്നിപ്പോൾ ജില്ലാ തലത്തിൽ സമരം ഒക്കെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പം ചേച്ചി,
നാളെ ഇപ്പോൾ CITU സമരം ചെയ്യുന്നുണ്ട്. നിങ്ങൾ സമരം ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവർ സമരം ചെയ്യുന്നത്. നിങ്ങളെ സമരത്തെ ഒരുപാട് തവണ അവഹേളിച്ച ഒരു സംഘടന കൂടിയാണത്. അതിനെ ഈ കഴിഞ്ഞ 18 ദിവസം ചേച്ചിയുടെ മുഖം ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സംഘടനയെ ഇർക്കിലി സംഘടന എന്ന് വരെയും വിളിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 18ാമത്തെ ദിവസമാണ്. ഈ 18 ദിവസവും നമ്മൾ ഈ പൊരുവെയിലത്ത് നമ്മുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ അവകാശം നേടാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അവർക്കൊരു ഷെയിമാണ്. അവർ നമ്മുടെ വിഷയത്തിൽ കടന്നല്ല അവർ സമരം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയാൽ അവരുടെ തന്നെ നിലനിൽപ്പ് അവതാളത്തിലായിപ്പോവും. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമരമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അതിന് അത്രയ്ക്ക് വിലയെ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾ 18 ദിവസം അനുഭവിച്ചത് ആ നേട്ടം കൊയ്യാൻ വേണ്ടി അവർ ഓടി വരുവാണ്. അവർ നേടിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഞങ്ങൾക്ക് സത്യസന്ധമായി ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് വരാൻ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുത്തു. അവരതിന് വേണ്ടിയിട്ടാണ് സമരം വെക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അത്രയാണ് പറയാനുള്ളത്. CITU അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ നാളെ ഇതിന് ബദലായിട്ട് ഒരു സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള AG's ഓഫീസിലേക്കാണ് CITU പ്രവർത്തകർ, CITUവിന്റെ ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 18 ദിവസവും ഇവിടെ സമരം ചെയ്യുന്ന ഈ ആശാ വർക്കർമാരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല രീതിയിൽ ഉള്ള ആക്ഷേപങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു വരുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CITU സംഘങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചേച്ചി, പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ്? പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട തന്നെയല്ല ഞങ്ങൾ പോകുള്ളൂ. ഞങ്ങൾക്ക് ഓണർ കൂട്ടി കിട്ടണം. ഞങ്ങൾ 62 വയസ്സിൽ പിരിച്ചു വിടുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയും കിട്ടണം. ഞങ്ങൾ അധ്വാനിച്ചതിന് കൂലി ഞങ്ങൾക്ക് കിട്ടിയേ ഞങ്ങൾ പിരിഞ്ഞു പോകും. അല്ലാതെ ഇവർ എങ്ങനെ ഞങ്ങളെ ആക്ഷേപിച്ചാലും ഇവർ ആക്ഷേപിക്കും തോറും ഞങ്ങൾക്ക് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നില്ലാത്ത ബലവും ശക്തിയും ഭഗവാൻ ഞങ്ങൾക്ക് തരുകയാണ്. ഞങ്ങൾ എത്രത്തോളം ആക്ഷേപിക്കുന്നോ അത്രത്തോളം ഞങ്ങൾക്ക് ബലമുണ്ട്. ഇനിയിപ്പോ ഓണറേറിയം മുഴുവൻ കുടിശ്ശികയും നൽകി തീർത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അർഹത പറഞ്ഞ് ഞങ്ങൾ ജോലി ചെയ്ത് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യം വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഇതിൽ കൂട്ടി കിട്ടും 21,000 രൂപ ഞങ്ങൾക്ക് ഓണറേറിയം കിട്ടണം. ഞങ്ങൾ 62 വയസ്സിൽ പിരിച്ചു വിടുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയും കിട്ടണം. ഇത് കിട്ടിയതിന് ശേഷം അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ 18 വർഷം കൊണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആശാപ്രവർത്തകരാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം നേരിട്ടവരാണ്. ഞങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് പേഷ്യൻസിന്, ഈ രോഗികൾക്ക് വേണ്ടി PP കിറ്റ് പോലും ഇല്ലാതാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ഞങ്ങൾക്ക് സംരക്ഷണത്തിന് ഒരു ഉപകരണങ്ങളും ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ സർക്കാർ ഞങ്ങളുടെ നേരെ കണ്ണ് അടച്ചിരിക്കുന്ന ഒരു മഹാ കഷ്ടതയാണ് ഞങ്ങൾക്ക്. അവർ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ്, ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡൊന്നും അംഗീകരിച്ചിട്ടില്ല ഇതുവരെയും. ഈ ഡിമാൻഡുകളെന്ന് പറഞ്ഞാൽ 21,000 രൂപ ഓണറേറിയമല്ല, മാസശമ്പളം. ആ മാസശമ്പളം തന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപയും തന്നിട്ട് പെൻഷനും വേണം. ഈ 3 ഡിമാൻഡാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ഒരു പ്രശ്നവുമില്ല. 18 ദിവസമല്ല, ഇനി എത്ര ദിവസം ഇവിടെ തുടരേണ്ടി വന്നാലും ഈ ഒരു സമരം അവസാനിപ്പിച്ച് പോകില്ല എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആശാ പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആളുകളാണ് ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു സമരം തന്നെ ഇവിടെ നടത്തി പോലീസുമായി വലിയ സംഘർഷത്തിലേക്ക് അടക്കം ആ ഒരു സമരം വന്നെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസ് നേരത്തെ തന്നെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ്. അങ്ങനെ കോൺഗ്രസ് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി, രാഷ്ട്രീയ രംഗത്തുമൊക്കെയുള്ള നിരവധി സംഘടനകളാണ് ഓരോ ദിവസം കഴിയും തോറും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം എത്ര ദിവസം നീണ്ടുപോയാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഈ സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ഇവരുടെ ഒരു പ്രഖ്യാപനം. സമരക്കാരെ ഭീഷണിപ്പെടുത്തിയും അവർക്കെതിരെ മറ്റ് നടപടിയുമൊക്കെ എടുത്ത് സമരത്തെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് സർക്കാർ തലത്തിലൊക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും ആശമാരുടെ സമരം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളിൽ അവർക്ക് വ്യക്തതയുണ്ട്. അവർ അത് കൃത്യമായി തന്നെ സർക്കാരിന് മുൻപാകെ എടുത്തു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങളിലേക്ക് എത്തുന്നതുവരെ, അത് അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ആശമാരുള്ളത്.